നമസ്തേ. ഞാൻ ഇന്ന് പറയാൻ ഉദ്ദേശിച്ചിരിക്കുന്നത് വെന്ത വെളിച്ചെണ്ണ, അതായത് നമ്മൾ കുഞ്ഞുങ്ങൾക്ക് ശരീരത്തിൽ, ദേഹത്തിൽ, തലയിലും ഒക്കെ തേച്ച് കുളിപ്പിക്കുന്ന വെന്ത വെളിച്ചെണ്ണ. ഇത് നമുക്ക് വീട്ടിൽ തന്നെ ഉണ്ടാക്കിയെടുക്കാവുന്നതാണ്. വെന്ത വെളിച്ചെണ്ണ എങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്നുള്ളത് ഞാനിനി പറയാം. നല്ല മൂത്ത് നല്ല കഴമ്പുള്ള നാളികേരം എടുക്കുക. ഇപ്പം നമ്മൾ 1 2 കൂടിപ്പോയാൽ 3 നാളികേരം, അതിൽ കൂടുതൽ എണ്ണ നമുക്ക് അരിച്ചെടുക്കാൻ ബുദ്ധിമുട്ടായിരിക്കും. കൽക്കനിൽ എണ്ണ വേസ്റ്റായി പോകും. അപ്പം അത് കാരണം ഒരു 3 നാളികേരം നല്ലപോലെ ചുരണ്ടി എടുത്തിട്ട് നന്നായിട്ട് മിക്സിയിലിട്ട് അരയ്ക്കുക. കുറച്ച് വെള്ളവും കൂടി ചേർത്തിട്ട്, അത് ചെറിയ ചൂടുള്ള വെള്ളം ഒഴിക്കുകയാണെങ്കിൽ പെട്ടെന്ന് പാല് ഇളകി വരും ആ നാളികേരത്തിൽ നിന്ന്. അത് നന്നായിട്ട് നല്ലപോലെ അരയ്ക്കുക മിക്സിയിൽ എപ്പോഴും നാളികേരം അരയ്ക്കുമ്പോൾ ആദ്യം വെറുതെ നാളികേരം ഇട്ടിട്ട് 1 2 പ്രാവശ്യം അടിക്കുക. അത് കഴിഞ്ഞാൽ പിന്നെ നമ്മൾ ഒഴിക്കുന്ന വെള്ളം അളവെടുത്തിട്ട് കുറേശ്ശെ ഒഴിച്ചിട്ട് അരയ്ക്കാമെങ്കിൽ നല്ലപോലെ അരഞ്ഞു കിട്ടും ഈ നാളികേരം. ഇത് കൊണ്ടുവന്നിട്ട് നമ്മൾ ആദ്യം തോർത്തിൽ കെട്ടിയിട്ട് പിഴിഞ്ഞെടുക്കുക. അപ്പം നമുക്ക് തോർത്തിൽ പിഴിയാൻ പറഞ്ഞാൽ നമുക്ക് കൈകൊണ്ട് പിഴിഞ്ഞാലും ഈ പാല് മാറ്റിയെടുക്കാൻ പറ്റും. പക്ഷെ തുണിയിൽ വെച്ച് പിഴിയുമ്പോൾ നമുക്കൊരു തുള്ളി പോലും വേസ്റ്റ് ഇല്ലാണ്ട് അത് മുഴുവനായിട്ട് നമുക്ക് പിഴിഞ്ഞെടുക്കാൻ പറ്റും. അപ്പോൾ ഒരു തോർത്ത് വെച്ചിട്ട് അതിൽ ഈ പാല് പിഴിഞ്ഞെടുക്കുക. അപ്പോൾ 1ാമത്തെ പാലെടുത്ത് മാറ്റി കഴിഞ്ഞാൽ നല്ല കൊഴുപ്പായിരിക്കും ആ പാല്. അതെടുത്തു കഴിഞ്ഞാൽ വീണ്ടും ഈ പിഴിഞ്ഞെടുക്കുന്ന ആ കൊറ്റനെടുത്ത് വീണ്ടും അതിൽ ഇതുപോലെ കുറച്ച് ചെറിയ ചൂടുള്ള വെള്ളം, അപ്പോൾ ആദ്യം ഒഴിച്ച വെള്ളത്തിൻ്റെ അത്രയും അളവ് ചെറുതിൽ ഒഴിക്കരുത്. അപ്പോൾ അതിലേക്കൊരു പകുതിയോളം വരുന്ന മാതിരി വെള്ളം ഒഴിച്ച് അത് വീണ്ടും ഇതുപോലെ അരച്ചിട്ട് നമ്മളത് വീണ്ടും പിഴിഞ്ഞെടുത്ത് കഴിഞ്ഞാൽ അതിലും ഈ ആദ്യത്തെ പാലിനെക്കാട്ടി കുറച്ചുകൂടി കൊഴുപ്പ് കുറഞ്ഞ ഒരു പാല് കിട്ടും. അത് കഴിഞ്ഞാൽ പിന്നെ ഈ നാളികേരം 3ാമത് അടിച്ചാൽ അതിനകത്ത് വെറുതെ ഒരു വെള്ളം നിറം വരുന്നുള്ള, അല്ലാണ്ട് അതിൽ പാലുണ്ടാവില്ല. 2 പ്രാവശ്യം അരച്ച് പിഴിഞ്ഞെടുക്കുന്ന നാളികേര പാല് നമ്മൾ കാച്ചാൻ വെക്കുന്ന ഉരുളിയോ ചീനച്ചട്ടിയോ ഏതാണോ അതിൻ്റെ വായിൽ നമ്മൾ നേരത്തെ പിഴിഞ്ഞെടുത്തത് തോർത്തിലാണ്. അപ്പം ചെറിയ തരികളൊക്കെ ആ പാലിൽ വരാൻ സാധ്യതയുണ്ട് നാളികേരത്തിൻ്റെ. അപ്പം കൽക്കൻ ഒരുപാട് വരും. ഇളക്കി വരുന്ന സമയത്ത് എണ്ണ കുറേ നഷ്ടപ്പെടും. അത് വരാതിരിക്കാൻ പഴയ മുണ്ടിൻ്റെയോ അങ്ങനെ കോട്ടൺ സാരിയുടെയോ അങ്ങനെ നല്ല അടുത്തുള്ള ആ തുണി വിരിച്ചിട്ട് അതിൽ കൂടി ഈ പാലിനെ ഒന്നുകൂടി അരിച്ചെടുക്കുക. അപ്പം നമുക്ക് ശരിക്കും ഒരു കയ്യോളം കൽക്കൻ വീണ്ടും അതിനകത്ത് കൊറ്റൻ കിട്ടും നമുക്ക്. അത് പിഴിഞ്ഞെടുത്തിട്ട് ഈ പാല് ഉരുളിയിൽ വെച്ച് തിളപ്പിക്കുമ്പോൾ കുറച്ച് വലിയ ഉരുളി ആയിരിക്കണം, കാരണം പതഞ്ഞു പൊങ്ങി പുറത്തേക്ക് പോകരുത്. അപ്പം നമ്മൾ ഇടയ്ക്കിടയ്ക്ക് ഒന്ന് ഇളക്കി കൊടുക്കുക, അടിയിൽ പറ്റാതെ മാത്രം, അല്ലാണ്ട് ഫുൾ ടൈം ഇളക്കിക്കൊണ്ട് നിൽക്കരുത്. ആദ്യം അത് വെള്ളം ഏതാണ്ട് വറ്റി പാല് നല്ല കൊഴുത്ത സ്റ്റേജിൽ എത്തിക്കഴിഞ്ഞാൽ പിന്നെ നമ്മൾ കൈ മാറ്റാതെ വട്ടത്തിൽ മുഴുവനായിട്ട് അത് ഇളക്കിക്കൊണ്ടേയിരിക്കണം ആ എണ്ണ. അത് കുറച്ച് കഴിയുമ്പോൾ അതിങ്ങനെ കട്ട പോലെയാവും. അതിനാണ് ചെളി പരുവം എന്ന് പറയുക. എണ്ണ കാച്ചുമ്പോൾ അത് കുറച്ച് കഴിയുമ്പോൾ അത് ഉരുണ്ടുരുണ്ട് വരും. അത് കഴിഞ്ഞിട്ട് അത് പിരിഞ്ഞു വരും. അപ്പോൾ ഇതെല്ലാം സമയം അടിയിൽ പറ്റാണ്ട് നമ്മൾ ഇതിനെ ഇളക്കിക്കൊണ്ട് തന്നെ ചെറുതീ, ആദ്യം വലിയ തീയിൽ തിളപ്പിക്കുക. വറ്റി കഴിഞ്ഞിട്ട് നമ്മൾ എപ്പോഴും ഇളക്കാൻ തുടങ്ങുന്ന പാകമായി കഴിഞ്ഞാൽ ചെറുതീയിൽ വറ്റിച്ചെടുക്കുക. അപ്പോൾ അതിങ്ങനെ ഇളക്കിക്കൊണ്ടേ ഇരിക്കുമ്പോൾ ഈ നാളികേരത്തിൻ്റെ കൊത്ത്, നമ്മൾ പാലിൽ വന്നിരിക്കുന്ന ആ കൊറ്റൻ, അത് എന്ത് ചെയ്യുമെന്ന് വെച്ചാൽ ഈ എണ്ണയിൽ അടിയിലായിട്ട് ഇങ്ങനെ അടിഞ്ഞടിഞ്ഞ് വന്നിട്ട് അതിനൊരു ഗോൾഡൻ കളറിൽ അതിങ്ങനെ മണൽ പോലെയാവും. അപ്പോൾ അത് നമ്മൾ കയ്യിലെടുത്ത് നോക്കിയാൽ മണ്ണ് കയ്യിലെത്തിരിക്കണ മാതിരി ഉണ്ടാവും. എപ്പോഴും അത് ഉരുണ്ട് ആ ബ്രൗൺ കളർ ആകുമ്പോൾ തന്നെ, ചെറിയ ഒരു ചന്ദന കളർ വരുന്ന സമയത്ത് തന്നെ ഇതിനെ ഒന്ന് എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ അത് നമ്മുടെ കയ്യിൽ ഉരുളും. പക്ഷെ അത് നമ്മളിങ്ങനെ പിടിക്കുമ്പോൾ മണൽ പോലെ നമ്മുടെ കയ്യിൽ അത് പിരിപിരിയെന്നാവണം. ആ പാകമായി കഴിഞ്ഞാൽ ഉടനെ തന്നെ നമ്മൾ നേരത്തെ തുണിയിൽ അരിച്ച പോലെ തന്നെ ഉണങ്ങിയ ഒരു തുണി ഒരു പാത്രത്തിൻ്റെ വായി കെട്ടിവെച്ചിട്ട് അത് കെട്ടിവെക്കണം. തുണി വെച്ച് കെട്ടിവെച്ചിട്ട് ഈ എണ്ണ പതുക്കെ അതിലേക്ക് ഒഴിച്ചു കൊടുക്കുക. എന്നിട്ട് തുണിയെ അഴിച്ച് അത് കൂട്ടിപ്പിടിച്ചിട്ട് ഒരാൾ മുകളിൽ പിടിച്ചിരിക്കണം. ഒരു കയറുകൊണ്ട് ആ ഭാഗം ചേർത്ത് കെട്ടിയിട്ട് 2 കരണ്ടിയോ 2 ചട്ടുകമോ വെച്ചിട്ട് പ്രസ് ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ ആ കൊറ്റനിലുള്ള എണ്ണ മുഴുവനും നമുക്ക് 2-3 പ്രാവശ്യം തിരിച്ച് പതിച്ചു കഴിഞ്ഞാൽ നമുക്ക് പിഴിഞ്ഞെടുത്ത് കഴിയാം. കാരണം ചൂടോടെ ആയതുകൊണ്ട് നമുക്ക് കൈകൊണ്ട് പിഴിയാൻ പറ്റില്ല. അപ്പോൾ എന്തെങ്കിലും വെച്ചിട്ട് അത് പ്രസ് ചെയ്തെടുത്താൽ മതി. ചൂടോടെ തന്നെ പിഴിഞ്ഞെടുക്കുകയാണെങ്കിലാണ് എണ്ണ ഫുള്ളായിട്ട് നമുക്ക് കിട്ടുക. ഈ എണ്ണ ഒന്ന് ആറിക്കോട്ടെ എന്ന് വിചാരിച്ചിട്ട് കൊറ്റ മാറ്റി വയ്ക്കുകയോ അല്ലെങ്കിൽ അത് തണുത്ത ശേഷം അരിക്കാമെന്ന് വിചാരിക്കുകയോ ചെയ്താൽ നമ്മൾ കാച്ചിയ എണ്ണയുടെ പകുതിയോളം ഈ കൽക്കൻ വലിച്ചെടുക്കും. അപ്പം അതുകൊണ്ട് ചൂടോടുകൂടി തന്നെ അത് അരിക്കുക. അത് നന്നായി ചൂടാറിയ ശേഷം മാത്രം അത് വൃത്തിയുള്ള കുപ്പികളിലാക്കി വെച്ചിട്ട് കുട്ടികൾക്ക് തേക്കാനായിട്ട് ഉപയോഗിക്കാം. ദേഹത്ത് തേച്ച് കുളിക്കാനായിട്ട് ഏറ്റവും നല്ലതാണ്. വലിയവർക്കും വല്ല വ്രണങ്ങളോ സ്കിൻ ഡ്രൈ ആയിട്ടൊക്കെ ഉള്ളവരാണെങ്കിൽ അവർക്കും അത് അത്യാവശ്യം തേച്ച് കുളിക്കാം. പോസ്റ്റ് നേറ്റൽ കെയർ അഥവാ പ്രസവാനന്തര ചികിത്സ സീതാറാം ആയുർവേദ സ്പെഷ്യാലിറ്റി ഹോസ്പിറ്റലിൽ പ്രസവാനന്തര ചികിത്സ പാക്കേജ് ആയിട്ട് 15 ദിവസം 21 ദിവസം എന്നുള്ള ക്രമത്തിൽ ചെയ്തു കൊടുക്കുന്നുണ്ട്. ഞാൻ ഡോക്ടർ ഭഗവതി അമ്മാൾ. എന്നെ വന്ന് കൺസൾട്ട് ചെയ്ത് കഴിഞ്ഞാൽ എങ്ങനെയുള്ള ചികിത്സയാണ്, എത്ര ദിവസത്തേക്ക് വേണമെന്നുള്ളത് പറഞ്ഞ് ചെയ്തു തരുന്നതായിരിക്കും.